Hi everybody, welcome back to another class of property law. Today in this video, we are going to discuss section 53, that is fraudulent transfer in Transfer of Property Act 1882. വളരെ important ആയിട്ടുള്ള topic ആണ്, but at the same time very easy. Section 53 of Transfer of Property Act ന് രണ്ട് subsections ഉണ്ട്. Now, section 53 subsection 1 says every transfer of immovable property made with the intention to defeat or delay the creditors of the transferor is voidable at the option of any creditor so defeated or delayed. ഒരു പ്രോപ്പർട്ടി ഓണറിന് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന് അത് ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ മോർഗേജ് ചെയ്യാം. അത് ആ പ്രോപ്പർട്ടി ഓണറിനുള്ള അധികാരമാണ്. ബട്ട് അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ ഈ പ്രോപ്പർട്ടി ഓണറിൻ്റെ ക്രെഡിറ്റേഴ്സിനെ വഞ്ചിക്കുന്ന തരത്തിൽ ഉള്ളതാണെങ്കിൽ, അതായത് ഈ പ്രോപ്പർട്ടി ഓണർ പൈസ കൊടുക്കുവാനുള്ള ആളുകളെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റേഴ്സിന് അവർ കൊടുത്ത എമൗണ്ട് തിരിച്ച് വാങ്ങിയെടുക്കാൻ പറ്റാതാക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു ഡിലേ ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയാണ് ഈ ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ബാധിക്കപ്പെട്ട ക്രെഡിറ്റേഴ്സിന് അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ വോയിഡ് ആക്കാവുന്നതാണ്. വൺസ് അഗെയിൻ, സെക്ഷൻ 53 subsection 1 says every transfer of immovable property made with the intention to defeat or delay the creditors of the transferor is voidable at the option of any creditor so defeated or delayed. This section has two exceptions. Number 1, if the transferee has purchased the property in good faith and for consideration, then the transfer is valid. Number 2, the insolvency of the transferor will not affect the transfer. ട്രാൻസ്ഫറി ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത് വിശ്വാസത്തോടു കൂടിയും കൺസിഡറേഷനോടുകൂടിയും തന്നെയാണ് എന്നുണ്ടെങ്കിൽ, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഫെയർ പ്രൈസ് ആണ് ഇവിടെ, നല്ല തരത്തിലുള്ള വില കൊടുത്തിട്ട്, ആ പ്രോപ്പർട്ടിയുടെ വില കൊടുത്തിട്ടാണ് ഈ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫറി എന്നുണ്ടെങ്കിൽ, ദെൻ ദ ട്രാൻസ്ഫർ ഈസ് വാലിഡ്. അതുപോലെ ഇൻസോൾവൻസിയുടെ ഏതെങ്കിലും ഒരു ലോ ആക്റ്റീവ് ആണെങ്കിൽ അത് ഈ ട്രാൻസ്ഫറിനെ അഫക്റ്റ് ചെയ്യില്ല. ഇൻസോൾവൻസിയുടെ ലോ അതിൻ്റേതായ രീതിയിൽ നടക്കും, അത് ഈ ട്രാൻസ്ഫറിനെ അഫക്റ്റ് ചെയ്യില്ല. ദ ട്രാൻസ്ഫർ ഈസ് വാലിഡ്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ബില്ലൊന്നും പേ ചെയ്യാൻ കഴിയാത്ത വിധം ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിൽ വരുമ്പോൾ അവരെ പാപ്പരാക്കുന്ന തരത്തിലുള്ള പ്രൊസീഡിങ്സിനെയാണ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് ഈ ട്രാൻസ്ഫറർ നേരിടുമ്പോഴാണ് ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഈ ട്രാൻസ്ഫറിനെ ബാധിക്കില്ല. ട്രാൻസ്ഫർ വാലിഡാണ്. ഇൻ ഷോർട്ട്, Transfer of Property Act, Section 53, subsection 1 says every transfer of immovable property made with the intention to defeat or delay the creditors of the transferor is voidable at the option of any creditor so defeated or delayed. Two exceptions are there. If the transferee has purchased the property in good faith and for consideration, then the transfer is valid. Similarly, the insolvency of the transferor will not affect the transfer. Let's see the essentials of this section. Number 1, there must be transfer of immovable property for consideration. Number 2, such a transfer must be made with the intention to defeat or delay the creditors of the transferor. Number 3, such a transfer is now voidable at the option of any creditor so defeated or delayed. Number 4, the creditor can file a suit for declaration of nullity of the transaction. This is the remedy available for the creditor. The creditor, so defeated or delayed, can file a suit for declaration of nullity of the transaction. Number 5, a creditor can file the suit on behalf of all the creditors. ഏതെങ്കിലും ഒരു ക്രെഡിറ്ററിന് മറ്റുള്ള ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. നമ്പർ 6, ദ ട്രാൻസ്ഫറി ഹു ഗെറ്റ്സ് ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ കൺസിഡറേഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ക്രെഡിറ്റേഴ്സ് സ്യൂട്ട്. നൗ subsection 2 says every transfer of immovable property made without consideration and with intent to defraud a subsequent transferee
shall be voidable at the option of such subsequent transferee. സബ്സെക്ഷൻ 1 പറഞ്ഞത് ട്രാൻസ്ഫർ വിത്ത് കൺസിഡറേഷൻ ആയിരുന്നുവെങ്കിൽ സബ്സെക്ഷൻ 2 പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷനെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ കൺസിഡറേഷൻ ഇല്ലാതെയും തുടർന്ന് വരുന്ന സബ്സിക്വൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറീസിനെ ഡീഫ്രോഡ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയുമാണ് നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ സബ്സിക്വൻ്റ് ട്രാൻസ്ഫറുടെ ഓപ്ഷനിൽ വോയിഡ് ആക്കാവുന്നതാണ്. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സോ സബ്സിക്വൻ്റ് ട്രാൻസ്ഫറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. എ ഗിഫ്റ്റഡ് ഹിസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി വിത്തൗട്ട് കൺസിഡറേഷൻ. So first transfer, there is no consideration. So here A is known as the transferor, B is the transferee. Now A made a sale of same property to C. Here A is again the transferor and C is the subsequent transferee. The second transaction, that is the sale of this immovable property to C, that A made with consideration. ഈ എക്സാമ്പിളിൽ എ ആദ്യമേ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ബിക്ക് ഗിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ കൺസിഡറേഷൻ പൈസയൊന്നും വാങ്ങിയിട്ടില്ല ബിയുടെ കയ്യിൽ നിന്ന്. ബി ട്രാൻസ്ഫറിയാണ്. ആഫ്റ്റർ ദാറ്റ് എ ബിക്ക് ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് തന്നെ സിക്ക് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നു. സിയുടെ കയ്യിൽ നിന്ന് കൺസിഡറേഷൻ വാങ്ങിയിട്ടുണ്ട്, സിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. സോ സി എന്താണ് ഇവിടെ? സബ്സിക്വൻ്റ് ട്രാൻസ്ഫറിയാണ്. ദിസ് ട്രാൻസ്ഫർ ദിസ് എ മെയ്ഡ് with an intention to defraud this subsequent transferee C. സോ ഇവിടെ ഈ സബ്സിക്വൻ്റ് ട്രാൻസ്ഫറി സിക്ക് എന്ത് റെമഡിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? യെസ്, ദിസ് ട്രാൻസാക്ഷൻ ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് സി. അത്തരത്തിൽ എക്കും സിക്കും നടുവിലുള്ള ഈ ഒരു ട്രാൻസാക്ഷനെ സെറ്റസൈഡ് ചെയ്യുവാൻ വേണ്ടി സി ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ the honest probandi, that is the burden of proof, is always on the C. So what are the essentials for this subsection 2? There must be the transfer of an immovable property made without consideration. This transaction must be made with the intent to defraud a subsequent transferee. Here the subsequent transfer is the fraudulent one. The subsequent transferee can now file a suit to set aside this fraudulent transfer, and the burden of proof is always on this subsequent transferee to prove that the transaction was fraudulent.